ഹലോ. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ നേരെ ബാങ്കോക്കിൽ വരിക. ബാങ്കോക്കിലെ എൻ്റെ ചൈന ടൗൺ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ചൈന ടൗൺ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി ഫുഡാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ഫുഡ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സീ ഫുഡ് ഐറ്റംസ് എല്ലാം എന്തുണ്ട് എവിടെയുണ്ട്, ചൈന ടൗണിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ ചൈന ടൗണിലോട്ട് വരിക. ചൈന ടൗണിൽ ഒരിക്കലും ബാങ്കോക്കിൽ വരുന്നവർ ചൈന ടൗൺ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ പറയുക, രുചികളേറിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ചൈന ടൗണിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ഗ്രാബ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബോൾട്ട് ബുക്ക് ചെയ്ത് അതിൽ ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടുക്ക് ടുക്കൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. ഓരോ കടയുടെ ഫ്രണ്ടിലും കുടകളും ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഫുള്ളി സ്ട്രീറ്റ് ഫുഡ്. നമ്മളെപ്പോഴും ഇന്ത്യൻ ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്, മാറി കഴിക്കണ്ടേ നമ്മളെല്ലാവരും. അടിപൊളി ലോബ്സ്റ്ററൊക്കെ അല്ലേ ഇരിക്കുന്നത് ഉണ്ടോ. ഐസിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രഷ് സാധനത്തിന് ഇങ്ങനെ വെച്ചിരിക്കുക. 3500 ബാത്താണ് എന്ത് ചെയ്യുന്നത്, ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കേട്ടോ. ഇത് വന്നിട്ട് 1500 ബാത്താണ്. പാവങ്ങൾ ഐസിലിങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. സീ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ചൈന ടൗണിലേക്ക് വരിക. വെറൈറ്റി ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. കരിക്കൊക്കെ കിട്ടുന്നുണ്ടോ, ചിപ്പിയൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ. ശംഖ് കണ്ടോ, ശംഖ് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് തായ് ഫുഡ്. ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ടോ, ഫ്രഷ് ലൈമാണ് കേട്ടോ. ഇത് പോർക്കാണ്. അതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബാർബിക്യൂ. എല്ലാ വെറൈറ്റിയിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സൈഡിൽ ടുക്ക് ടുക്ക് കിടക്കുന്നുണ്ട്. ബിയറും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കണ്ടോ, ഇങ്ങനെ നേരത്തെ തണുപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ.
കണ്ടോ ഇതിലൊക്കെ കണ്ടോ, ഇതിൽ ഓരോ ഫ്ലവർ കൂടി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവർ കണ്ടോ, അവർ ഡിസൈൻ ചെയ്ത് അതുകൂടി വെച്ചിട്ടുണ്ട്. സൈഡ് റോഡാണ് കേട്ടോ. ഈ റോഡ് മൊത്തം സ്ട്രീറ്റിലത്തേക്ക് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം അവർ അറേഞ്ച് ചെയ്തിരിക്കുക. ഫുള്ളി റോഡാണ്. ഇതിനകത്തുണ്ടോ പല പല കോംപ്ലക്സിനകത്തോട്ട് കയറാനുള്ള ഓരോരോ റോഡാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ബിയറായ ചാങ് ബിയറും സിംഘയും ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. Yeah, last May I visited in Philippines, in Manila. ഇത് ഫിലിപ്പീൻസ് എന്നുള്ളതാണ് കേട്ടോ. Hello from Philippines. Yeah, it's a Philippines, a beautiful country. Okay. ഇവിടെ വന്നപ്പോൾ ഫിലിപ്പീൻസിലുള്ള കുറച്ച് പേരെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അവർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ ഫിലിപ്പീൻസിൽ പോയായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ശംഖാണ് കേട്ടോ, ശംഖ്. പാവം ഞണ്ടിനെ ഏതാ കണ്ട കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ജീവനുണ്ട് കേട്ടോ ഇതിന്. ഇത് നമ്മളെടുത്ത് കൊടുക്കുമ്പോഴേ അവരതിനെ നമുക്ക് കറി വെച്ച് തരത്തുള്ളൂ കേട്ടോ. ഫുഡിലെ വേസ്റ്റുകളൊക്കെ ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കനാണ്, അതിൻ്റെ കുറേ ലീവ്സ്, വെജിറ്റബിൾസ്. ഡ്രസ്സുകളുണ്ടോ, ഡ്രസ്സുകൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ആൻഡ് കുറേ ബിസ്ക്കറ്റ്സ്, വെറൈറ്റി ചോക്ലേറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ടല്ലോ. താറാവാണെന്ന് തോന്നുന്നല്ലേ. ഏതായാലും ഭക്ഷണം കഴിക്കാനുള്ളതാണല്ലോ. Small size, 50 baht, 5 baht. Small, 50 baht, 5 baht. 5 baht. Yeah. One, 30 baht. It's okay, okay. It's spicy, no? Yeah, little spicy. Little spicy, okay? Little spicy. അങ്ങനെ നമ്മൾ ഒരു ഷ്രിമ്പ് മേടിച്ചു, പിന്നെ വേറെ എന്തൊരു സംഭവം മേടിച്ചു കേട്ടോ. അത് ഇനി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം. ക്യാമറയും ഇതും കൂടി വെച്ച് കഴിക്കാനാണ് പാട് കേട്ടോ. എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് എവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. ഇതാ സംഭവം കേട്ടോ. ഇതെന്താ നോക്കട്ടെ കേട്ടോ. ഇങ്ങനത്തെ ഫിഷാണ് കേട്ടോ. മാവ് പോലെ സംഭവത്തിൽ എന്തോ ഒരു തരം ഫിഷും എല്ലാ മെറ്റീരിയൽസും എന്തോ സംഭവങ്ങളെല്ലാം കൂടിയുള്ള സംഭവമായിട്ടോ അത്.
എനിക്ക് പേരറിയത്തില്ല. പൊളി. തായ്ലൻഡ് വന്നിട്ട് ഇതുപോലെ സീ ഫുഡും ബാക്കിയുള്ളതും സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ രുചിയൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പകുതി വെന്ത രീതിയിലൊക്കെയാണ് നമുക്ക് ഇത് തരുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, ക്രിസ്പി ഒന്നുമല്ല കേട്ടോ, വെരി സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ പറയും, അത് വൃത്തിയാക്കാതെ വെച്ചിരിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇതുണ്ടോ, ഒത്തിരി പേരാണ് വന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കുന്നത് കേട്ടോ. നമ്മൾ കടലിൽ ട്രെയിനിൽ ചുമ്മാ അടുക്കി വെച്ചിരിക്കുക സീ ഫുഡ് മൊത്തം. നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഓ ഇതൊന്നും കഴിക്കണ്ടാകും, ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനത് കുറേ കഴിച്ചു കേട്ടോ. പൊളി ഐറ്റം. ഇത് വന്നിട്ട് വാല, അതാണ് ഞാനങ്ങ് ഞാൻ കാനൊക്കെ ടിഷ്യൂ. കഴിച്ച് മുന്നോട്ട് വീണ്ടും നീങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ ചൈന ടൗണിൽ വന്നിട്ട് നിങ്ങൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യണം. ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാതെ ഇരിക്കരുത്.